നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കമലേശ്വരത്ത് ജീവനൊടുക്കിയ അമ്മയുടെയും മകളുടെയും ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നു. നിർണായകമായ വിവരങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. മകളുടെ ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ആത്മഹത്യാക്കുറിപ്പിൽ. 6 വർഷത്തെ മാനസിക പീഡനം, അവഗണന, ഇതെല്ലാം കാരണമാണ് മരണത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത്. കടുത്ത നടപടിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് തങ്ങളെ നയിച്ചിരിക്കുന്നത് മകൾ 6 വർഷത്തോളം മാനസിക പീഡനം അനുഭവിച്ചു, അവഗണന നേരിട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് എന്ന ആരോപണമാണ് ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. 25 ദിവസമാണ് മകളും മരുമകൻ ഉണ്ണികൃഷ്ണനും ഒന്നിച്ച് താമസിച്ചത്. ഉണ്ണികൃഷ്ണനെ ഉപയോഗിച്ച ഉടുപ്പ് പോലെ മകളെ ഉപേക്ഷിച്ചു. മകൾ കെഞ്ചി കരഞ്ഞിട്ടും അവന് വേണ്ട. പിരിയാൻ തക്ക കാരണമൊന്നുമില്ല, എന്തൊക്കെയോ നിസാര കാരണങ്ങൾ. അപമാനഭാരം ഇനിയും സഹിക്കാൻ വയ്യ, മടുത്തു മതിയായി. ഈ സ്വത്തുക്കളെല്ലാം ഒരു പെണ്ണിന്റെ ശാപം വീണ സ്വത്തുക്കളാണ്. ഉണ്ണിയും ഉണ്ണിയുടെ സഹോദരന്മാരും ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഇടവരരുതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ സജിതയും ഗ്രീമയും വിശദമാക്കിയിട്ടുണ്ട്. കമലേശ്വരം ആര്യൻകുഴിക്ക് സമീപം ശാന്തി ഗാർഡൻസിൽ സജിത, അതുപോലെ തന്നെ മകൾ ഗ്രീമ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ താഴത്തെ നിലയിലെ സോഫയിലാണ് രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വിവാഹം കഴിഞ്ഞ് മകളും ഭർത്താവും ഒരുമിച്ച് ജീവിച്ചത് 25 ദിവസങ്ങൾ മാത്രമാണ്. 200 പവനും വീടും സ്ഥലവും സ്ത്രീധനമായി നൽകി. ഇരുവരും ആത്മഹത്യ ചെയ്തത് സയനൈഡ് കഴിച്ചാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, മരിക്കുന്നതിന് മുമ്പ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജും ഇവർ ഇട്ടിരുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന മരുമകനെതിരെയാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഇയാളിപ്പോൾ നാട്ടിലാണ്. ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആത്മഹത്യയിൽ പൂന്തുറ പോലീസ് കേസെടുത്തു. ബുധനാഴ്ച ഉച്ചയോടെ സജിതയും മകളും ബന്ധുക്കൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചിരുന്നു. മകളുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം ജീവൻ ഒടുക്കുന്നുവെന്നും മരുമകൻ മകളെ ഉപേക്ഷിച്ചുവെന്നും അപമാനഭാരം താങ്ങാനാവുന്നില്ല എന്നുമായിരുന്നു ഇവരുടെ അവസാന സന്ദേശത്തിലുള്ളത്. ഗ്രീമയുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമാണ്. ഭർത്താവ് അയർലൻഡിൽ ജോലി ചെയ്യുകയാണെന്നാണ് ബന്ധുക്കളിൽ നൽകുന്ന വിവരം. 200 പവനും വീട് സ്ഥലവും അടക്കമുള്ള സ്വത്തുക്കൾ നൽകിയായിരുന്നു വിവാഹം നടത്തിയത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. പക്ഷേ ഭർത്താവ് മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി യുവതി വിശദമാക്കിയതായാണ് ബന്ധുക്കളടക്കം വ്യക്തമാക്കുന്നത്. അടുത്തിടെ ഒരു മരണാനന്തര ചടങ്ങിൽ വെച്ച് കണ്ടപ്പോൾ വിവാഹമോചനം നേടുന്ന കാര്യം ഭർത്താവ് സൂചിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അപമാനഭാരം താങ്ങാനാവില്ലെന്ന് വിശദമാക്കി അമ്മയും മകളും ജീവനൊടുക്കിയത്. എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ ആത്മഹത്യകൾ വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അപമാനഭാരം താങ്ങാനാകുന്നില്ല എന്ന കാരണം പറഞ്ഞാൽ അമ്മയും മകളും ആത്മഹത്യ ചെയ്തത്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു മെസ്സേജ് വരുന്നു. തുടർന്ന് ബന്ധുക്കൾ പാഞ്ഞ് വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു. അമ്മയും മകളും കൈകോർത്തിരിക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. സയനൈഡ് കഴിച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. എന്തായാലും ഈ ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരിക്കുന്ന കേസിൽ അത് ഏറ്റവും നിർണായകമായി മാറിയിരിക്കുകയാണ്. മകളുടെ ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു സ്വത്തുക്കളൊന്നും ആ വ്യക്തി അനുഭവിക്കാൻ ഇടയാകരുതെന്നതടക്കമുള്ള ഒരു വിവരണം ആ ഒരു ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ഇനി പോലീസിന്റെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.